ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളും മറ്റ് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ ചിത്രത്തിന്റെ ട്രെയിലർ മാർച്ച് മാസം 20 ഉച്ചയ്ക്ക് 1:08 യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി പ്രഖ്യാപിച്ചു. തമിഴിൽ തുടരെ ചിത്രങ്ങളുമായി മമിത ബൈജു പോർതൊഴിൽ ചിത്രത്തിന്റെ സംവിധായകന്റെ കൂടെയുള്ള ധനുഷ് ചിത്രം അനൗൺസ് ചെയ്ത തൊട്ടു പിന്നാലെ തന്നെ സൂര്യവെങ്കി അറ്റ്ലൂരി ചിത്രത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്ത ഭാഗ്യശ്രീ ബോർസെ മാറ്റി മമിത ബൈജുവിനെ കാസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. തുടരെയുള്ള 3 തമിഴ് ചിത്രങ്ങളിൽ നിന്നും തന്നെ മമിതയ്ക്ക് തമിഴിൽ തന്റേതായ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അല്ലു അർജുൻ ആരാധകർക്ക് പുഷ്പയുടെ 3ാം ഭാഗം കാണാൻ വേണ്ടി 2028 വരെ കാത്തിരിക്കേണ്ടിവരുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അവരുടെ മറ്റൊരു ചിത്രത്തിന്റെ പ്രസ് മീറ്റിൽ വച്ച് വ്യക്തമാക്കി. കൂടാതെ മലയാളത്തിൽ നിന്നും സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ് എന്നിവർ മെയിൻ റോളിൽ വന്ന പ്രാവിൻ കോഡ് ഷാപ്പ് എന്ന ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11 സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി തമിഴിൽ നിന്നും പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ, കായിഡ് ലോഹർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡ്രാഗൺ എന്ന ചിത്രം ഈ വരുന്ന 21 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. മാത്യു തോമസ്, അനിക സുരേന്ദ്രൻ എന്നിവരെല്ലാം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് നിലാവ്ക്ക് എന്മേൽ എനിടി കോപം എന്ന തമിഴ് ചിത്രം ഈ വരുന്ന മാർച്ച് 21 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതുപോലത്തെ സിനിമ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.